ദാ നീ ഇവിടെ വന്നിരിക്കുവാണോ? 8 മണിക്കല്ലേ നിന്റെ ഫ്ലൈറ്റ്? പോണ്ടേ നിനക്ക്? ഞാൻ പോണില്ല, എനിക്ക് വയ്യ, മടുത്ത്. നീ എന്തുവാടാ ഈ പറയുന്നത്? പോകുന്നില്ലെന്നാ? നീ ഒന്ന് എണീറ്റ് വന്നേ. എനിക്ക് വയ്യടാ, ഞാൻ പോണില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ റൂം കഴിഞ്ഞാൽ ജോലി, ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. മര്യാദക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ലീവ് കിട്ടണമെങ്കിൽ നാട്ടിൽ വരണം. എനിക്ക് വയ്യ, ഞാൻ പോണില്ല. ദാ നീ ഇപ്പം പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? നീ ഗൾഫിൽ പോയിട്ടാണോ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എടാ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, പിന്നെ അച്ഛനപ്പന്മാരായിട്ട് കുറേ കാശുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണോ നിന്റെ കാര്യം? ഈ പ്രാരാബ്ദങ്ങളും ഉത്തരവാദിത്തമൊക്കെ തീർന്ന് എന്നാ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്? എടാ നീയല്ലേടാ ശരിക്കുള്ള വിജയ്. ഒരു സ്ഥലം മേടിച്ചു, അതിലൊരു തറയിട്ടു, നിന്റെ ഒരു പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇനി എന്തുവാ? ഒരു വീട് വെക്കണം, അത്രയല്ലേ ഉള്ളൂ. എവിടെ തീരാൻ? പെങ്ങളെ കല്യാണം കഴിച്ച വകയിൽ ഇഷ്ടംപോലെ കടമുണ്ട്. ഇനി വീട് വെക്കുമ്പോൾ അതിൻ്റെ കടം വേറെ. ഈ ജീവിതകാലം വരെ അവിടെ കടന്ന് നിറയിക്കേണ്ടി വരും. വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം എൻ്റെ കുടുംബം ഇവിടെ സന്തോഷിക്കല്ലോ, അതേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങളുടെ പ്രവാസികളുടെ ജീവിതം ഇങ്ങനെ തന്നെയാടാ. നിങ്ങളെപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളത്? നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. നിന്റെ ഈ ജീവിതാവസാനം വരെ നീ പ്രവാസിയായിട്ട് തന്നെ ജീവിക്കും. അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. 8 മണിക്കാണ് നിന്റെ ഫ്ലൈറ്റ്. വർഷങ്ങളോളം പേറി നടക്കുന്ന പ്രണയ നോവിന്റെ 10 മടങ്ങ് വേദന ഒരു പ്രവാസി ഒറ്റ ദിവസം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടാവില്ല എന്ന തോന്നൽ വരുമ്പോ തിരികെ പോരാൻ സമ്മതിക്കാത്ത വിധം ഉമ്മ എന്താണെന്നും ഉമ്മ എന്ന പദത്തിന്റെ മഹത്വം എന്താണെന്നും ഏതൊരു പ്രവാസിയും തിരിച്ചറിഞ്ഞ ദിനം, തിരിച്ചറിഞ്ഞ യാത്ര.